ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ഞാൻ പറയാൻ പറ്റില്ല, 68ാമത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ പറ്റില്ല. പലർക്കും നമസ്കാരം. തുടങ്ങുക. അങ്ങനെ സുപ്രഭാതം തുടങ്ങിയിട്ടാണ് അനീഷ് തുടങ്ങിയിട്ടുള്ളത്. ഈ കൗണ്ടർ സാബു ചേട്ടനും അടിക്കുന്നുണ്ട്. നീ പറഞ്ഞത് പാണ്ടിലോറി പോയിരുന്ന ഒരു ഏട്ടന് വരെ കേൾക്കാമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയാണ് ആദിലീൻ്റെ അടുത്ത് ഫസ്റ്റ് ഷോട്ട് ക്യാമറ വയ്ക്കുമ്പോൾ നിങ്ങളുടെ അടിവസ്ത്രങ്ങളാണ് കാണുന്നത്, പിന്നെ അടുത്ത ഷോട്ട് വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തുണികൾ വിരിച്ചിട്ട് കൂമ്പാരമായിട്ട് തുണികൾ വിരിച്ചിട്ട് ഒരു ഷോട്ടാണ് കാണുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബാത്റൂം പോയിട്ട് എല്ലാവരും തുണിയാണോ എന്ന് നെവിനെ ചോദിക്കുന്നുണ്ട്, അനീഷേട്ടൻ അടുത്തും ചോദിക്കുന്നുണ്ട്, എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു തുണിയെല്ലാം വാരിയിട്ട് ഈ ഒരു സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ആദിലാണെങ്കിൽ വെക്കുന്നുണ്ട്. ഒരു ഡേർട്ടിയായിട്ടുള്ള വൃത്തിയാക്കുന്നുണ്ട് സ്ഥലങ്ങളെല്ലാം. അങ്ങനെ ഈ ഒരു ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് സാബു ചേട്ടന് ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ബിഗ് ബോസിന് സാബു ചേട്ടന് എന്തൊക്കെയാണ് നല്ലത് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച്, ബിഗ് ബോസിൽ കയറിയിട്ട് എന്തൊക്കെയാണ് നല്ലത് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ലിജോ പല്ലിശ്ശേരിയുമായിട്ട് ഞാൻ സുഹൃത്തായിരുന്നു, മറ്റേ വിജയ് ആയിട്ടും ഞാൻ സുഹൃത്തായിരുന്നു, അവൻ്റെയൊക്കെ സിനിമയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ബിഗ് ബോസിൽ വന്ന കാരണം കൊണ്ട് സിനിമയിൽ കയറിയതല്ല, അങ്ങനെയും പറയുന്നുണ്ട്. എന്നാൽ നല്ല നല്ല കാര്യങ്ങളും ഈ ഒരു ബിഗ് ബോസിനകത്ത് വെച്ചിട്ടും നടന്നിട്ടുണ്ട്, നെഗറ്റീവായിട്ടും നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് രണ്ടും ചേർത്തിട്ടാണ് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് കൊടുത്തിട്ട് കണ്ടസ്റ്റൻസുകളെ റോസ്റ്റ് ചെയ്യുക എന്നാണ് സാബു ചേട്ടന് ടാസ്ക് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നെവിനെ പിടിക്കുന്നുണ്ട്. നെവിനെ പിടിച്ച് ഞാനെന്തോ വലിയൊരു സംഭവമാണ് പുറത്ത് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ബുദ്ധിയുണ്ട്, അതിന് അനുസരിച്ചിട്ട് കളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ആദിലിഞ്ഞൂറിയും പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് മറ്റേ നമ്മുടെ ചില്ലിട്ട് വെക്കില്ല, അതൊക്കെ തുടച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ലക്ഷ്മീനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, ബിന്നിനെ കുറിച്ചിട്ടും കുത്തിത്തിരിപ്പാണ്, എന്നാൽ പോലും കുത്തിത്തിരിപ്പല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പിന്നെ പറയുന്നുണ്ട് സാബു ഒരു ഇരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയാണെങ്കിലും അത്രയ്ക്കൊന്നും പോരാ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ അക്ബർ ഷാനവാസ് ആര്യനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. ഷാനവാസിനെ കുറിച്ചിട്ട് എന്തോ ഒരു മികച്ച ഒരു കളിയാണ് കളിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്, എന്നാൽ പോലും പോരാ എന്നാണ് പറയുന്നത്. ഷാനവാസിനെ അത്രയ്ക്കൊന്നും പറയുന്നില്ല, ഷാനവാസ് എന്തോ ഷോ ഓപ്പാണ് എന്നൊക്കെയാണ് പറയുന്നത്. അടുത്തത് ആര്യൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ജിഷൈലിൻ്റെ കാര്യമാണ് എടുത്തിടുന്നത്. ജിഷൈലിൻ്റെ എല്ലാം കോഴിയമാരി വാഴയമാരി നടക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു എല്ലാവരെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഈ ഒരു വ്യക്തി ആണെങ്കിൽ അനീഷ് ഒരു ചോദ്യം അങ്ങോട്ടേക്ക് ചോദിക്കും. അനീഷിനാണ് കൊള്ളയിട്ടുള്ളത്. കോമണറായിട്ട് 5 പേരെങ്കിലും കയറ്റാമായിരുന്നു. ഇനി അടുത്ത ബിഗ് ബോസ് വരുമ്പോൾ 5 പേരെങ്കിലും കയറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഒരു മറുപടിയും കൊടുക്കുന്നില്ല. ഈ ഒരു സാബു ചേട്ടനാണെങ്കിലും വെളിയിൽ നിന്നിട്ടാണ് ഇതിന് മറുപടി കൊടുക്കുന്നത്. നിങ്ങളെ കയറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കോമണറായിട്ടാണെങ്കിലും നിങ്ങൾ സെലിബ്രിറ്റിയാണ്. നിങ്ങൾ ഈ ഒരു സെലിബ്രിറ്റി സീരിയൽ കണ്ടസ്റ്റൻസുകളുമായിട്ട് നിങ്ങൾക്ക് ഒരു അനീഷ് കയറി ആ ഒരു വള്ളിയിൽ പിടിക്കുന്നുണ്ട്. അനീഷ് ഒരു കോമണറായിട്ട് വന്നതാണ്, 5 പേരെ കൂടെ കയറ്റണം എന്നാണ് സാബു ചേട്ടൻ്റെ അടുത്ത് പറയുന്നത്. സാബു ചേട്ടനാണെങ്കിലോ അത്രയ്ക്കൊന്നും ഇല്ല. നിന്നെ എങ്ങനെയാണ് ഇവർ കാണുന്നത്, സാധാരണ മാതിരിയല്ല കാണുന്നത്, നീയും അതേമാതിരി കണ്ടാൽ മതി, നീ ഒരു കോമണറായിട്ട് കാണണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വള്ളി കയറി പിടിക്കാൻ വേണ്ടി നോക്കിയതാണ് അനീഷ്, അത് പൊളിച്ചടുക്കി കൈ കൊടുക്കുന്നുണ്ട് ഈ ഒരു സാബു ചേട്ടൻ. ഈ വെടിയുണ്ടകൾ മറിച്ചത് അതൊക്കെ പറയുന്നുണ്ട്, എന്നാൽ പോലും അതിലൊന്നും ഒരു പ്രാധാന്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാബു ചേട്ടൻ എന്താണ് വന്നിട്ടുള്ളത് ആ ഒരു കണ്ടൻറ്റ് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നൊക്കെ. വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാനാണ് ബിഗ് ബോസ് ഇവർക്ക് ടാസ്ക് കൊടുത്തിട്ടുള്ളത്. സാബു ചേട്ടൻ ക്ഷമിക്കൂ ബിഗ് ബോസ്, ഇവരൊന്നും വലിച്ചു കീറിയില്ല, ക്ഷമിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു സാബു ചേട്ടനാണെങ്കിൽ പോകുന്നുണ്ട്. പിന്നെ ഒരു ടാസ്ക്കാണ് വരുന്നത് ഇവർക്ക് എല്ലാവർക്കും. ഒരു മൈജീൻ്റെ ഒരു ടാസ്ക് കൂടെ ഇവർ നേരത്തെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പൊടി ഊതിയിട്ട് ഒരു മറ്റേ പേപ്പറിലോട്ടാക്കാനാണ് ടാസ്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സാബു ചേട്ടൻ കൊടുത്ത കറക്റ്റായിട്ട്